ഇത് കണ്ടോ, ഇതെന്താണെന്ന് അറിയാമോ? ചെമ്പരത്തിപ്പൂ. ഇതുകൊണ്ട് നമുക്ക് സ്വാഷ് ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് ഈ തണ്ടാളൊക്കെ പറിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇതിന്റെ ഇതളുകൾ പറിച്ച് ഇവിടെ വയ്ക്കാം. ഇതളുകൾ കുറെ ഇങ്ങോട്ട് മാറ്റി വച്ചിട്ടുണ്ട്. അതിന്റെ വേസ്റ്റാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ചെറുനാരങ്ങ ഉണ്ടോ ഫ്രിഡ്ജിൽ നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ മേടിക്കാം. ഭാഗ്യം നമുക്ക് ചെറിയൊക്കെ കിട്ടും. ഭാഗ്യം നമുക്ക് ചെറുനാരങ്ങ കിട്ടി. നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇത് രണ്ട് നീരും നമുക്ക് ഇതിൽ ഒഴിക്കണം. നമ്മളിനെ പീയിട്ടുണ്ട്. ഇനി ഇവിടെ വെക്കാം. എന്നിട്ട് ഇതിന്റെ അകത്ത് ഈ ചെറുനാരങ്ങന്റെ കുരു വീട്ടുണ്ട്. അത് നമുക്ക് അരിച്ച് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. പഞ്ചസാര വേണം. ഞാൻ സ്റ്റോർ റൂമിൽ പോയി നോക്കട്ടെ. ഈ പഞ്ചസാര 4 സ്പൂൺ ഇതിലേക്ക് ഇടണം. ഇനി നമ്മൾ സ്വാച്ച് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പറഞ്ഞു തരാം. നാരങ്ങ പിഴിഞ്ഞ വെള്ളം, പഞ്ചസാര, ചെമ്പരത്തിപ്പൂ നമ്മള്
നമ്മൾക്ക് ഇതിക്കിടാം. കളർ മാറുന്ന വരെ ഇടാം. കളർ മാറുന്ന വരെ ഇളക്കണല്ലോ. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ചെമ്പരത്തിന്റെ പൂ കളറിന്റെ എല്ലാ കളറും ഇതിലേക്ക് വെള്ളത്തിക്ക് വീണിട്ടുണ്ട്. നമുക്ക് ഈ ചെമ്പരത്തി വെള്ളം ഈ അരിപ്പിൽ ഒഴിച്ചു മാറ്റണം. ഇതിലേക്ക് ചെറുനാരങ്ങ വെള്ളം ഒഴിക്കണം കേട്ടോ. വീണ്ടും തിളപ്പിക്കണം. നമുക്ക് പഞ്ചസാരയും കൂടി ഇടാം. നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇവിടെ വയ്ക്കാം. പോവുകയാണേ. ഞാൻ ഓണാക്കാം. ഇത് കുറേ നേരം ഇളക്കി കൊടുക്കണം. കുറേ നേരം ഇളക്കി കൊടുത്താൽ ഇത് നമുക്ക് സോഫ്റ്റ് ആയി കിട്ടും. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ? നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം. നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അത് മറക്കരുത്. സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കപ്പ് ഈ വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. ആദ്യം തണുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം. ഇത് തണുത്ത് കഴിഞ്ഞാൽ പൊട്ടുന്ന കുപ്പിയിൽ വെച്ച് സൂക്ഷിക്കാൻ മറക്കല്ലേ. ഒരു കയ്യിൽ എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് കുടിച്ചു നോക്കാം. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. ബാക്കി നമുക്ക്